നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ TK കോളനി ഭാഗങ്ങളിൽ ഒരാഴ്ചയായെത്തുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി നാശം വിതയ്ക്കുന്നു. കാർഷിക വിളകൾക്ക് പുറമെ സംരക്ഷണ വേലികളടക്കം നശിപ്പിച്ചാണ് കാട്ടാനക്കൂട്ടം മടങ്ങുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ചതാണ് ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം. തീറ്റ തേടി ജനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ ഒട്ടനവധി കാർഷിക വിളകളാണ് ഇതിനോടകം മേഖലയിൽ നശിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കൃഷിക്കും വീടുകൾക്കും മറ്റുമായി നിർമ്മിച്ച സംരക്ഷണ വേലികളടക്കം തകർത്താണ് ആനകൾ എത്തുന്നതും പുലർച്ചെ കാട്ടിലേക്ക് മടങ്ങുന്നതും. സുഷമ പ്ലാന്റേഷനിലാണ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. തെങ്ങ്, കമുക്, വാഴ, മാവ്, പ്ലാവ്, പന എന്നിവയെല്ലാം ആന നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സംരക്ഷണ വേലികളും തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഇവിടെ കാട്ടാനകളെത്തി സമാന രീതിയിൽ നാശം വരുത്തിയിരുന്നു. ആനകൾ നശിപ്പിച്ച സംരക്ഷണ വേലി പുനർനിർമ്മിക്കാൻ 2 ലക്ഷത്തിന് മുകളിൽ രൂപയുടെ ചിലവാണുണ്ടായത്. ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിൽ വേലി നശിപ്പിച്ചതിനാൽ അതിലേറെ രൂപയുടെ ചിലവ് വരുമെന്നാണ് കർഷകൻ പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തുടർച്ചയായിട്ട് 4-5 തവണ ഞങ്ങളുടെ വീടും പരിസരവും ഈ കൃഷിയിടത്തിൽ ആന ഇറങ്ങി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് വെച്ച ഫെൻസിങ്ങുകളൊക്കെ എല്ലാം തള്ളി താഴേക്കിട്ടുണ്ട്. വാഴ ഏകദേശം എല്ലാം തന്നെ താഴേക്ക് തള്ളിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. മാവ്, പിന്നെ പ്ലാവ്, മറ്റേ ഇവിടുത്തെ ചക്ക മുഴുവനും എല്ലാം താഴേക്കിട്ട് കഴിഞ്ഞു. പിന്നെ കവുങ്ങ്, തെങ്ങ് എല്ലാം തള്ളി താഴേക്ക് ഇങ്ങനെ ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട്. കുറേ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ഞങ്ങളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമീപിച്ചിട്ടുണ്ട്. അവർ ഒരു RRT വിടാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇത് സാമാന്യം തെറ്റില്ലാത്ത നഷ്ടമാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുണ്ടായി. സുഷമ പ്ലാന്റേഷനെ കൂടാതെ നാലപ്പാട്ട് എസ്റ്റേറ്റിലും സമാനമായ രീതിയിൽ നാശം വിതച്ചിട്ടുണ്ട്. പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ മാറിയിട്ടുണ്ടെന്നും കാട്ടാന ശല്യം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാവണമെന്നും രാത്രികാലങ്ങളിൽ RRTയുടെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും വാർഡ് മെമ്പർ രമ്യ സതീഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാട്ടാനയുടെ ശല്യം ഈ തേൾപ്പാറ, പൊട്ടിക്കല്ല്, കവള ഭാഗത്ത് കൂടെ രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ തേൾപ്പാറ ഭാഗത്ത് കാട്ടാന വന്നിട്ട് ഫെൻസിങ് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാവിൽ ചക്ക കണ്ടിട്ടാണ് ആന വരുന്നത്. പക്ഷെ ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൃഷികളും വാഴകളും അതുപോലെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കൃഷിനാശം വരുത്താതിരിക്കാനും അത് ജനങ്ങൾക്ക് ഭീഷണിയാകാതിരിക്കാൻ വേണ്ടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടി ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.